ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 5 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് ടോം നേരെ അവരുടെ അച്ഛനും അമ്മയും കൂട്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അന്നേരം ടോങ്ങിനെ ഷോക്കാക്കിക്കൊണ്ട് ഫാറ്റിയും മാനേജറും എല്ലാം വിളിച്ച് അച്ഛനോട് ഗുഡ് മോർണിംഗ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ലിയോ ഒരു ഇംഗ്ലീഷ് ബുക്കെല്ലാം വായിച്ച് എൻ്റെ പേര് ലിയോ ആണ്, ഗുഡ് മോർണിംഗ് അച്ഛ എന്നെല്ലാം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. പിന്നീട് ഇരിക്കാൻ പോകുന്നതിലേക്ക് വേഗം കെ വന്ന് അച്ഛനോട് ഗുഡ് മോർണിംഗ് എല്ലാം പറയുന്നുണ്ട്. കെ എങ്ങനെ പറയുന്നതെല്ലാം കേട്ട് ഒരുപാട് അതിശയിക്കുന്നുണ്ട് ടോം. കാരണം കെ അങ്ങനെ ടോങ്ങിനോട് മിണ്ടിയിരുന്നില്ലല്ലോ. എന്നെയാണെങ്കിൽ നേരെ ചെങ്ങും മിങ്ങും വന്ന് അച്ഛനോട് വീണ്ടും ഗുഡ് മോർണിംഗ് അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇനിയൊന്ന് ഇരുന്നോട്ടെ മോളെ, ഇനി ആരും വരില്ലല്ലോ. അപ്പോൾ ടോം തലയാട്ടിക്കൊണ്ട് ഇനി ആരും വരില്ല അച്ഛ എന്നെല്ലാം പറയുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയും അച്ഛനും അവിടെ നിന്ന് പോകുമ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് മിങ്ങിനെ പറ്റി ഒരു കുന്തവും അറിയില്ല, ഞാൻ അവന് നല്ലതല്ല എന്നെല്ലാം വിചാരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൊരു നല്ല പയ്യനാണ്, നിനക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കണമെന്ന് പൂതിയായാൽ നീ അവൻ്റെ കൂടെ മാത്രം പോയാൽ മതി എന്നെല്ലാം അമ്മ പറഞ്ഞിട്ട് മിങ്ങിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ടോങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാമെന്ന്, ഞാനും അവനും തമ്മിൽ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നല്ല. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകാനായി വീണ്ടും കാറിലെല്ലാം കയറുന്നതിന് ശേഷം നീ പോവുകയാണെങ്കിൽ മിങ്ങിൻ്റെ കൂടെ മാത്രം പോയാൽ മതിയേ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ്ങിനാണെങ്കിൽ ഒരുപാട് ദേഷ്യമെല്ലാം വരുന്നുണ്ട്. പക്ഷെ അമ്മയും അച്ഛനും പോവുകയല്ലേ എന്നെല്ലാം ഓർത്ത് ടോം ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അതേസമയം ടോം നേരെ തിരിഞ്ഞു വരുമ്പോഴാണ് അവിടെ നിന്ന് ഇതെല്ലാം കേട്ട് ചെങ് ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അവൾ ആകെപ്പാടെ നാണം കെട്ട് പോകുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ടോങ്ങിന് കുറെ ഗിഫ്റ്റ്സ് എല്ലാം ആരോ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫാറ്റിയും ലിയോ കൂടി അതെല്ലാം പൊട്ടിച്ച് കഴിക്കുകയും പിന്നെ അതിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ യോയോ എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു എഴുതുന്നത്. അത് കാണുന്ന ഉടനെ തന്നെ ടോം ലിയോയുടെ പുറകെ ഓടി അതെല്ലാം വാരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അഡ്രസ്സിൽ നിന്ന് ഇനി ലെറ്റേഴ്സ് വന്നാൽ എടുക്കണ്ട, ഇത് എങ്ങാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം നേരെ മാനേജർ വന്നുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ഷെഡ്യൂൾ മാറിയിട്ടുണ്ട്, ഇനി നിങ്ങൾ എല്ലാവരും 8 മണിക്ക് എഴുന്നേൽക്കണം എന്നെല്ലാം പറയുന്നത് കേൾക്കുന്ന ലിയോ അല്പം നെട്ടുന്നുണ്ട്. അങ്ങനെ 8 മണി ആയിട്ടുണ്ട്. പിറ്റേന്ന് ആരും തന്നെ എണീച്ചിട്ടുമില്ല. അതേസമയം അലാറം അടിക്കുന്നതും എല്ലാവരും അലാറം എടുത്ത് എറിയുന്നുണ്ട്. അതേസമയം ഇവർ ആരെയും കാണാത്തത് കാണുന്ന മാനേജർ നേരെ ഒരു വലിയ മൈക്കെല്ലാം എടുത്ത് എല്ലാവരും വരുക, 8 മണിയായി, ജോഗിങ് ചെയ്യണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഉറങ്ങി തൂങ്ങി എന്നെല്ലാം വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം ലിയോ പറയുന്നുണ്ട്, ഇന്ന് മുതൽ നമ്മൾ ഫസ്റ്റായിട്ട് ജോഗിങ് എല്ലാം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ജോഗിങ്ങിനെ പറ്റി ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ലോ ജോഗിങ് ആണ്, ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യണം എന്നെല്ലാം ലിയോ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ലിയോ നേരെ സ്പീഡിൽ ഓടി പോകുന്നുണ്ട്. ഇത് കാണുന്ന മാനേജർ പറയുന്നുണ്ട്, സ്ലോ ജോഗിങ് എന്താണെന്ന് പോലും അവൻ അറിയില്ല, എന്നാലും ശരി അവൻ്റെ പുറകെ എല്ലാവരും ഓടിയേക്ക് എന്നെല്ലാം പറയുന്നുണ്ട് മാനേജർ. അതെല്ലാം കഴിഞ്ഞ് നേരെ ഗെയിമെല്ലാം കളിക്കുന്നതിടെ നേരെ ടോങ് വന്ന് അവനെ വിറപ്പിക്കുന്നുണ്ട്. അത് കാണുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിവിടെ ലൈവായിട്ടാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത്, ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ നിന്നെ കാണാൻ കഴിയും എന്നെല്ലാം പറയുന്നത് കേൾക്കുന്ന ടോങ് നേരെ ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം ടോങ്ങിന് ഫേസ് കാണിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇതെല്ലാം കണ്ടുവന്ന മാനേജർ ആണെങ്കിലോ ടോങ്ങിനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. കാരണം ഇനി 3 മാസം കഴിഞ്ഞാൽ നമ്മൾ റിയലായി ഗെയിം കളിക്കാൻ പോകുമ്പോൾ എല്ലാവരും നിൻ്റെ ഫേസ് കാണില്ലേ, അപ്പോൾ ഇപ്പോൾ തന്നെ നീ എല്ലാവർക്കും കാണിച്ച് ലൈവെല്ലാം ഇട്ട് ഗെയിമെല്ലാം കളിക്കും എന്നെല്ലാം പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ടോങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യാനായി എൻ്റെ ഫ്രണ്ടിനെ വിളിക്കട്ടെ, മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ചെയ്യാം എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവൾ നേരെ ഫ്രണ്ടിനെ വിളിക്കുന്നതും അവൾ വരുന്നതെല്ലാം അറിഞ്ഞ് ലിയോ നല്ല ഭംഗിയായി മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവളെ കാണുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ ലിയോക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുമുണ്ട്. അവളാണെങ്കിൽ നേരെ വന്ന് ടോങ്ങിന് ഒരുപാട് മേക്കപ്പ് എല്ലാം ഇട്ട് കൊടുക്കുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ടോങ്ങിനെ നേരെ മേക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നേരെ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ലിയോ കെ അവളെ നോക്കുന്നത് കാണുന്ന ടോങ്ങിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവൾക്കൊരു സിമ്പിൾ എല്ലാം കൊടുക്കുന്നുണ്ട്. കെ അതിന് തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ലിയോക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതേ നേരം ടോങ് ഇങ്ങനെ മേക്കപ്പ് എല്ലാം ചെയ്തു വരുന്ന കാണുന്ന ചെങ്ങൊന്ന്
അല്പം ഒന്ന് നെട്ടെന്നെല്ലാം ഒന്ന് അവനൊന്ന് ഇംപ്രസ് എല്ലാം ആകുന്നുണ്ട്. അങ്ങനെ ലൈവിലേക്ക് പോകുന്നതിന് മുമ്പ് ടോം നേരെ മാനേജറോട് പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഉടനെ തന്നെ ബ്ലോക്ക് എല്ലാം ചെയ്യണം എന്നെല്ലാം പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ടോം നേരെ ലൈവിലേക്ക് കയറുന്നുണ്ട്. അന്നേരം കയറുന്നത് ഒരുപാട് നല്ല മെസ്സേജ് എല്ലാം വരുന്ന കാണുന്നത് ടോം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അതേസമയം ചെങ്ങാണെങ്കിൽ അവൾക്കെതിരെയുള്ള ഓരോ ബാഡ് കമൻസ് എല്ലാം നോട്ട് ചെയ്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അത് ശ്രദ്ധിക്കുന്നതും കളിയിൽ നിന്ന് ഒന്ന് അല്പം മിസ്സായി പോകുന്നുണ്ട്. അവനാണെങ്കിൽ വായിക്കുന്നുണ്ട്, ഇവളൊക്കെ ആരാണ് ZGDXലേക്ക് എടുത്തത്, അവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും, ഈ LKG കുട്ടിയൊക്കെ എടുത്തത്, എങ്ങനെ ഓരോ ബാഡ് കമൻസ് എല്ലാം എടുത്തു വായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗേൾ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് കൂടെ എന്തിനാണ് ഇവൾ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോരോ കമൻ്റ് എല്ലാം വായിക്കുന്നതും ടോങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ടോങ്ങിനാണെങ്കിൽ കളിയിൽ ഒട്ടും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ ശ്രദ്ധിക്കാത്തത് കാരണം ആ ഗെയിമിൽ ഔട്ടാകുന്നുണ്ട്. അത് കാണുന്ന ചെങ്ങാണെങ്കിൽ അവളെ ഒന്ന് ചോദിപ്പിക്കാനായി പറയുന്നുണ്ട്, ഇങ്ങനെയാണോ ലൈവിൽ പോയി കളിക്കേണ്ടത്, ആദ്യമായി ലൈവിൽ കയറിയിട്ട് തോറ്റില്ലേ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അത് കേട്ട് ചിരിക്കുന്നെല്ലാം ഉണ്ട്. ഇത് കേട്ട് ദേഷ്യം പിടിച്ച് ടോങ് നേരെ ചെങ്ങിനെ ചീത്തെല്ലാം വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഗെയിം മാച്ച് എല്ലാം വരുന്നുണ്ട്. അതേസമയം ഗെയിം മാച്ചിന് അവരുടെ കൂടെ ഇരുന്നത് EIT എന്ന ടീമായിരുന്നു. EIT എന്ന ടീമിനെ നല്ലോണം ചെങ്ങിനറിയാമായിരുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പുതുതായി ഗെയിമിലേക്ക് കൊണ്ടുവരുന്ന ആളെ തോൽപ്പിച്ച് അവരെ ആ കളിയിൽ നിന്ന് റിട്ടേൺ ആക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഇതെല്ലാം കാണുന്ന ചെങ് പറയുന്നുണ്ട്, ഇതിൽ നമ്മുടെ ടോങ്ങിനെതിരെയാണ് അവൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഇതെല്ലാം വേണ്ട, ഒഴിവാക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് EIT ടീമിലെ ഗ്രൂപ്പ് ലീഡർ മീഡിയയോട് തുറന്നു പറയുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ZGDXലെ ഗെയിം കളിക്കാനായി വിളിക്കുന്നുണ്ട്, പക്ഷെ അവരാണെങ്കിൽ വരുന്നില്ല. കാരണം അവരുടെ ടീമിലുള്ള പുതുതായി ചേർന്നയാളെ അത് ഒട്ടും കളിക്കില്ല എന്നാണ് തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞ് ZGDXന് ഒരുപാട് മോശമായെല്ലാം പറയുന്നുണ്ടവൻ. അങ്ങനെ ഇതെല്ലാം കാണുന്ന ZGDX മാനേജർക്ക് അവരുടെ ഓണർ ഈ ഗെയിം നിർബന്ധമായും കളിക്കണം എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട മാനേജർ നേരെ ചെങ്ങിൻ്റെ അടുത്ത് വന്ന് എന്നോട് ഇങ്ങനെ ഓണർ പറഞ്ഞിട്ടുണ്ട് ഈ ഗെയിമിൽ അവരുടെ കൂടെ പങ്കെടുക്കാൻ, അപ്പോൾ നിർബന്ധമായും ഈ ഗെയിം കളിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നുമുണ്ടായിരുന്നില്ല. മാനേജറോട് പറയുന്നുണ്ട്, അവളെ എങ്ങനെയെങ്കിലും അവർക്ക് റിട്ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്, ഇതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അവളൊരു സ്ട്രോങ് പ്ലെയറാണ്, അവൾ നമുക്ക് ടീമിന് വേണ്ടതാണ്, വിങ്ങിന് പകരമായി വന്നതാണെങ്കിലും നല്ലൊരു ഗെയിമറാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഇതെല്ലാം പറയുന്നത് അവർ 4 പേരും ഒളിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു. അതേസമയം ചെങ് പറയുന്നുണ്ട്, അങ്ങനെ അവൾ നമ്മുടെ ടീമിൽ നിന്ന് ഇപ്പോഴൊന്നും റിട്ടേൺ ചെയ്യേണ്ട, അവൾ നല്ലൊരു പ്ലെയറാണ്. അങ്ങനെ ഒരുപാട് പൊക്കി പറയുന്നു. കേൾക്കുന്ന മാനേജർ ചോദിക്കുന്നത്, നീ ഇങ്ങനെ ആരെയും പറ്റി ഇത്ര പൊക്കി പറഞ്ഞില്ല, നിനക്ക് അവളെ ഇഷ്ടമാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, അതിനുള്ള മറുപടിയൊന്നും എനിക്ക് തരാൻ പറ്റില്ല, എനിക്കതിനുള്ള മറുപടിയൊന്നും പറയാൻ കഴിയില്ല എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെങ് നേരെ ഒരു ചെരുപ്പെല്ലാം കാണുന്നു. അങ്ങനെ ചെങ് അവരെ 4 പേരെയും പിടികൂടുന്നുമുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന ചെങ്ങ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം ഒളിഞ്ഞു കേട്ടിരുന്നുവല്ലേ? അപ്പോൾ ടോം പറയുന്നുണ്ട്, ഒരുപാടൊന്നും കേട്ടില്ല, പക്ഷെ കുറച്ച് കേട്ടിട്ടുള്ളൂ. എന്തായാലും ഈ ടീമിനെ കൂടെ എനിക്ക് കളിക്കണം, എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ ഈ ടീമിനെ എതിരെ നിന്ന് കളിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ട് എങ്ങനെ ശ്രമിച്ചിട്ടും ടോങ്ങിന് ആ ഗെയിമിൽ വിജയിക്കാൻ സാധിച്ചില്ല. അവർ ആ ടീം ഒരുപാട് വട്ടം തോറ്റു പോകുന്നുണ്ട്. അതേസമയം അവരുടെ മുമ്പിൽ ടോഗ് കാരണം ഇവർക്കെല്ലാവർക്കും തോൽക്കേണ്ടി വന്നു എന്നതിൽ ടോഗിന് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. കാണുന്ന ചെങ്ങിനാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഇത് കാരണമായിരുന്നു ചെങ് ഈ ഗെയിം വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെല്ലാവരും അവിടെ നിന്ന് നേരെ രാത്രിക്ക് എടുക്കാനായി പോകുമ്പോൾ ചെന്ന് നേരെ വന്ന് ടോങ്ങിനും പറയുന്നുണ്ട്, നീ ഇനി പോയി റെസ്റ്റ് എടുത്ത് ഇനിയും ഈ ഗെയിം ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ചെങ് അവിടെ നിന്ന് പോകാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ടോങ് ആണെങ്കിൽ ആ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് ഗെയിംസ് എല്ലാം കളിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഫാളിംഗ് ഇൻടു എ സ്മൈൽ എന്ന ഡ്രാമയിൽ എപ്പിസോഡ് 5 തീരുന്നത്.